ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റാണ്. നമ്മളിന്നൊരു ക്രിസ്മസ് റെത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു കാർഡ്ബോർഡ് പീസ് ഇതേപോലെ റിങ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റിങ് കട്ട് ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു വീതി എന്ന് പറയുന്നത് കുറച്ച് കൂട്ടിയിട്ട് തന്നെ എടുക്കാം കേട്ടോ. അതിൻ്റെ ലെങ്ത്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു ഗിഫ്റ്റ് റാപ്പർ എടുത്തിട്ടുണ്ട്. ഞാൻ ഗോൾഡൻ കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് എടുക്കാം. അപ്പം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് പുതിയതൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വീട്ടിലുള്ള ആ ഒരു ഗിഫ്റ്റ് റാപ്പർ ഉണ്ടാവുമല്ലോ, അതന്നെ എടുത്താൽ മതി. ഇതേപോലെ ചുളുങ്ങിയതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിരിക്കും, നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചുരുണ്ടിയിട്ട് ഇങ്ങനെ ചുളുങ്ങിയിട്ടൊക്കെ ഉള്ളതാണെങ്കിൽ അതന്നെ എടുത്തോളാം. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ നീളം ഉള്ള നല്ല നീളത്തിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഒരു 4-5 പീസ് ഉണ്ടെങ്കിൽ നമുക്ക് മതിയാകും. അപ്പോൾ പിന്നെ നിങ്ങളുടെ റിങ്ങിൻ്റെ വലുപ്പത്തിനനുസരിച്ച് കൂടേണ്ടി വരുമായിരിക്കും. അപ്പോൾ എന്തായാലും ഒരു 4-5 പീസ് ഇതേപോലെ ഈ ഒരു ഏകദേശം ഈ ഒരു വീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഇതേപോലെ 5 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റിങ് എടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ഓരോ ഗിഫ്റ്റ് റാപ്പറിൻ്റെ പീസുകളും ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ ചുറ്റി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആദ്യം ഒരു സൈഡിൽ ഗ്ലൂ ആക്കി കൊടുക്കുക. അതിന് ശേഷം അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കുക അതിൻ്റെ ആ ഒരു അറ്റഭാഗം ഗിഫ്റ്റ് റാപ്പറിൻ്റെ. എന്നിട്ട് ആ ഒരു റിങ് മൊത്തമായിട്ട് ഇങ്ങനെ ചുറ്റി എടുക്കുക. അപ്പോൾ ഒരു പേപ്പർ കഴിയുമ്പം പിന്നെ അടുത്തതും ഇങ്ങനെ ചുറ്റുന്ന സമയത്ത് തുടക്കത്തിലൊന്ന് ഗ്ലൂ ആക്കുക. എന്നിട്ട് പിന്നെയും അങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ അത് ഞാൻ മൊത്തമായിട്ടും ഇതിങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു പേടി, ഇതെങ്ങാനും ഇനി അവിടെ ഇവിടെ നിന്നൊക്കെ ഇളകി വന്നിട്ടുണ്ടെങ്കിലോ എന്ന്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒന്ന് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ജോയിൻ്റ് വരുന്ന ആ ഒരു ഭാഗങ്ങളിൽ മാത്രം ഒട്ടിക്കാമെന്നായിരുന്നു. പക്ഷേ പിന്നെ വിചാരിച്ച് വന്നാൽ പിന്നെ മൊത്തമായിട്ടും അങ്ങനെ ചുറ്റി ആക്കി കൊടുക്കാം. അങ്ങനെ ഫുള്ള് നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും ചുറ്റേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആ ഒരു സെല്ലോ ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ച് ചുറ്റിയിട്ട് ഞാനത് മൊത്തമായിട്ടും അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് നിന്നോളൂ. അപ്പോൾ ഇത് ഞാൻ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം കാണാൻ നല്ലൊരു വൃത്തിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു ചുളിവൊക്കെ ഉണ്ടെങ്കിലും നല്ലൊരു വൃത്തിയുണ്ട് കാണാൻ. പിന്നെ ഞാൻ കുറച്ച് കളർ പേപ്പേഴ്സിൻ്റെ പീസുകൾ എടുത്തിട്ടുണ്ട്. ഒരു 5 കളേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ഒരു പേപ്പറിനൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ഷേപ്പുകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രിസ്മസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്നോമാൻ ഉണ്ട്, 2 സ്റ്റാർ ഉണ്ട്, ക്രിസ്മസ് ട്രീ ഉണ്ട് 2 എണ്ണം, പിന്നെ ഒരു ക്രിസ്മസ് ഹാറ്റും തൊപ്പിയും അതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള പേപ്പേഴ്സിൻ്റെ പീസൊക്കെ ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. എന്നിട്ട് ഞാൻ പിന്നെ ഈ ഓരോ പീസും ഈ ഒരു റിങ്ങിൻ്റെ ആ നമ്മുടെ റത്തുണ്ടല്ലോ, ആ ഒരു റത്തിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഓർഡറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ താല്പര്യം പോലെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഞാൻ കളർ പേപ്പറിനായിട്ട് ഇതേപോലെ ബോൻ്റെ ഷേപ്പിൽ ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് നമുക്ക് ഒരു ബോ കാണാനുണ്ടാവുമല്ലോ, അതേപോലെ ഒന്ന് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ 2 എണ്ണം ഇങ്ങനെ ഒന്ന് റൗണ്ടിട്ട് മുറിച്ചെടുത്തതാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഞാൻ ഒന്ന് വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടെ ഈ ഒരു റിങ്ങിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും മോൾ ഭാഗത്തായിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. ഇതിനേക്കാളും വലുതായിട്ടൊക്കെ നിങ്ങൾക്ക് ചില ആൾക്കൊക്കെ ബോ ഉണ്ടാക്കാൻ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പം നമ്മുടെ റത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റത്താണ് കേട്ടോ. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും. ഗിഫ്റ്റ് റാപ്പറും കാർഡ്ബോർഡും ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നതാണ്. എല്ലാം ഫുള്ളി വേസ്റ്റ് മെറ്റീരിയൽസാണ്. ഈ ഒരു കളർ പേപ്പറിൻ്റെ പീസുകൾ പോലും വേസ്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ അതൊന്നും നമുക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.